പെട്ടെന്ന് ഒരു ആസൂത്രിതമായ നീക്കം E20 പെട്രോളിനെതിരായിട്ട് നമ്മുടെ രാജ്യത്ത് നടക്കുന്നതായിട്ട് നിങ്ങളിൽ പലർക്കും തോന്നിയോ? അതായത് E20 പെട്രോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ വിപണിയിൽ ലഭ്യമാണ്. പക്ഷെ പെട്ടെന്ന് എവിടെ നിന്നോ പൊട്ടി പൊങ്ങി വന്നതുപോലെ സോഷ്യൽ മീഡിയക്കകത്തും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും E20 പെട്രോൾ എന്തോ കുഴപ്പം പിടിച്ചതാണ് എന്ന തരത്തിലൊരു പ്രചാരണം ഉണ്ടാവുന്നു. ആളുകളിൽ ഭീതി ഉണ്ടാവുന്നു. പലരും പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇന്ത്യയിൽ എന്ത് നല്ല കാര്യം നടന്നാലും അതിനെ എതിർക്കുന്ന ചിലരൊക്കെ മാളത്തിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇവര് പറയുന്ന ഒരു കാരണം എന്ന് പറയുന്നത് E20 ഇന്ധനം പഴയ വാഹനങ്ങളിലെ റബ്ബർ, അതുപോലെ ഹോസുകള്, പിന്നെ ഗാസ്കറ്റുകള്, സീലുകള് ഇവയിലൊക്കെ കേടുപാടുകൾ വരുത്തുമെന്നും 2021 ഒരു പഠനം ഇപ്രകാരം പറയുന്നുവെന്നും മാത്രമല്ല എഥനോളിന്റെ കുറഞ്ഞ കലോറിഫിക് മൂല്യം കാരണം മൈലേജിൽ 2 മുതൽ 6% വരെ കുറവുണ്ടാവുമെന്നുമൊക്കെയാണ്. എന്നാൽ ഇന്ത്യൻ ഗവൺമെന്റ് പറയുന്നത് E20 പെട്രോൾ വാഹനങ്ങൾക്ക് കേടുപാടുകൾ വരുത്തും എന്നത് വ്യാജ പ്രചാരണമാണ് എന്നാണ്. പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറയുന്നത് ഈ ഇന്ധനം കാരണം എഞ്ചിൻ തകരാറിലായ ഒരു വാഹനമെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ അദ്ദേഹം വിമർശകരെ വെല്ലുവിളിക്കുകയുമാണ്. ചുരുക്കത്തിൽ ഗവൺമെന്റ് പറയുന്നത് E20 പെട്രോൾ വാഹനങ്ങൾക്ക് യാതൊരു കുഴപ്പവും ഉണ്ടാക്കില്ല എന്നാണ്. എന്നാൽ ആസൂത്രിതമായിട്ട് എവിടെ നിന്നൊക്കെയോ കുറെ ആളുകൾ സംഘടിച്ചു പറയുന്നത് E20 പെട്രോൾ ഒരു പ്രശ്നമാണ് എന്നാണ്. ഒരു കൂട്ടം ആൾക്കാർ കോടതിയിൽ വരെ പോയി. അതായത് എഥനോൾ കലരാത്ത പെട്രോള് പമ്പുകളിൽ ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പൊതു താൽപര്യ ഹർജി സുപ്രീം കോടതിയിലേക്ക് പോയിരുന്നു. അത് അടുത്തിടെ തള്ളിക്കളഞ്ഞു. അതിനുശേഷമാണ് ഇത് കുറെ കൂടെ രൂക്ഷമായിട്ടൊരു പ്രചാരണമായിട്ട് ഉണ്ടാവുന്നത്. 2023 ഏപ്രിലിന് മുമ്പ് നിർമ്മിച്ച വാഹനങ്ങൾക്ക് E20 ഇന്ധനം ഉപയോഗിക്കുന്നത് സാങ്കേതികമായ ബുദ്ധിമുട്ട് ഉണ്ടാക്കുമെന്നും മറ്റ് ഇന്ധന ഓപ്ഷനുകൾ ഇല്ലാത്തത് ഉപഭോക്താക്കൾക്ക് തിരിച്ചടിയാകുമെന്നുമൊക്കെയാണ് കോടതിയിൽ വാദങ്ങൾ ഉയർന്നത്. മാരുതി സുസുക്കി ഉൾപ്പെടെയുള്ള പ്രമുഖ കമ്പനികൾ ഈ ആശങ്കകൾ പരിഹരിക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. 2023 മുമ്പുള്ള തങ്ങളുടെ പഴയ മോഡലുകൾ ആവശ്യമായ സുരക്ഷാ മാനദണ്ഡങ്ങളോടെയാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്നും വിപുലമായ പരിശോധനകളിൽ വലിയ പ്രശ്നങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല എന്നുമാണ് മാരുതി സുസുക്കി ഒക്കെ പറയുന്നത്. ചുരുക്കത്തിൽ E20ക്കെതിരായിട്ട് ഒരു ശക്തമായ നീക്കം നടക്കുന്നുണ്ട്. E20 പെട്രോൾ വിതരണം നിർത്തിവെക്കണമെന്നൊക്കെയുള്ള ആവശ്യമൊക്കെ ഉയരുകയാണ്. നിലവിൽ ഇന്ത്യയിൽ ഉടനീളമുള്ള പമ്പുകളിൽ ലഭിക്കുന്ന സാധാരണ പെട്രോളിൽ 20% എഥനോൾ അടങ്ങിയിട്ടുണ്ട്. അതേ സമയത്ത് തന്നെ E25 പദ്ധതി തൽക്കാലത്തേക്ക് സർക്കാർ നീട്ടിവെച്ചിരിക്കുകയാണ്. കാരണം ഇത് ഇന്ത്യ E25 E30 പതിയെ പതിയെ പെട്രോള് ഒഴിവാക്കിക്കൊണ്ടുള്ള ഇന്ധനങ്ങളിലേക്ക് മാറുന്നതും ഡീസലില് പരിഷ്കാരങ്ങൾ കൊണ്ടുവരാനുള്ള നീക്കങ്ങളുമൊക്കെ ആരെയൊക്കെയോ ചൊടിപ്പിക്കുകയാണ്. ഇവിടെ ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഭൗമരാഷ്ട്രീയത്തിലെ ചില കളികളുണ്ട്. E20 പെട്രോളിലേക്കുള്ള നമ്മുടെ രാജ്യത്തിന്റെ മാറ്റവും ആഗോള തലത്തിൽ നടക്കുന്ന ബയോ ഇന്ധന വിപ്ലവവും അമേരിക്ക അടക്കമുള്ള പല രാജ്യങ്ങളുടെയും സാമ്പത്തിക മേധാവിത്വത്തിനും വിശേഷിച്ച് അമേരിക്കയുടെ US ഡോളറിന്റെ ആധിപത്യത്തിനും വലിയൊരു വെല്ലുവിളിയാണ്. ആഗോള തലത്തില് അസംസ്കൃത എണ്ണ കച്ചവടം US ഡോളറിൽ മാത്രമേ നടത്താവൂ എന്ന് 1970-കളില് അമേരിക്കയും സൗദി അറേബ്യയും തമ്മിൽ ഉണ്ടാക്കിയ ധാരണയാണ് അമേരിക്കൻ ഡോളറിനെ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തമായ കറൻസിയാക്കി നിലനിർത്തുന്നത്. ലോകത്ത് മറ്റ് കറൻസികൾക്കില്ലാത്ത പ്രാധാന്യം ഡോളറിന് എങ്ങനെ കൈവന്നു എന്ന് അതുകൊണ്ട് തന്നെ എല്ലാവരും അറിഞ്ഞിരിക്കുക. ഇന്ത്യയെ പോലെയുള്ള വൻകിട രാജ്യങ്ങൾ എണ്ണ ഇറക്കുമതി കുറയ്ക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഡോളറിനുള്ള ആവശ്യകത സ്വാഭാവികമായി കുറയുന്നു. ഇത് ഡോളറിന്റെ ആഗോള മേധാവിത്വത്തിന് ആഘാതമേൽപ്പിക്കും. കാരണം അതിന്റെ ഡിമാൻഡ് കുറഞ്ഞാൽ. രണ്ടാമത് നമ്മൾ അറിയേണ്ട ഒരു കാര്യം വിദേശ നാണ്യ കരുതൽ ശേഖരത്തിൽ ഡോളറിന്റെ പങ്ക് കുറയുമെന്നതാണ്. എണ്ണ വാങ്ങാൻ ഇന്ത്യക്ക് വൻതോതിൽ ഡോളർ കരുതൽ ശേഖരമായിട്ട് ആവശ്യമാണ്. E20 ഇന്ധനത്തിലൂടെ ഇറക്കുമതി ചിലവ് ചുരുങ്ങുമ്പോൾ ഇന്ത്യക്ക് ഡോളറിനെ അമിതമായിട്ട് ആശ്രയിക്കേണ്ടി വരില്ല. കൂടാതെ റഷ്യ, UAE തുടങ്ങിയ രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ ഇപ്പോൾ സ്വന്തം കറൻസി ആയിട്ടുള്ള രൂപയിൽ എണ്ണ കച്ചവടം നടത്താൻ തുടങ്ങിയതും ഡോളറിനെ ഒഴിവാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ്. ഇന്ത്യയുടെ ഈ നീക്കത്തിന് ഒരു ഘട്ടത്തിൽ പിന്തുണ നൽകിയ രാജ്യമായിരുന്നു അമേരിക്ക. ഇപ്പോഴും അവർ നേരിട്ട് ഇന്ത്യയുടെ ഈ നീക്കത്തെ എതിർക്കുന്നൊന്നുമില്ല. പക്ഷെ പല അമേരിക്കൻ കമ്പനികളുടെയും താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് ഇന്ത്യയുടെ ഈ നീക്കങ്ങൾ. ഗ്ലോബൽ ബയോഫ്യൂവൽ അലയൻസ് എന്ന് പറഞ്ഞിട്ടൊരു സഖ്യം ഇന്ത്യയുടെ നേതൃത്വത്തിൽ അമേരിക്കയും ബ്രസീലും ഒക്കെ ചേർന്നുകൊണ്ട് രൂപീകരിക്കുകയുണ്ടായി. അതായത് ഈ എഥനോൾ കലർന്ന പെട്രോൾ അടക്കം ഉപയോഗിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ്. ഇവൻ അമേരിക്ക പോലും ഈ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ്. അമേരിക്കയും ഇന്ത്യയുമായിട്ട് ഈ രംഗത്ത് സഹകരിക്കുന്നുമുണ്ട്. ബയോ ഇന്ധന മേഖലയിൽ ലോകത്തിലെ ഏറ്റവും വലിയ എഥനോൾ ഉൽപാദകരിൽ ഒന്നാണ് അമേരിക്ക. ഇന്ത്യയിലെ എഥനോൾ സാങ്കേതിക വിദ്യയുടെ വളർച്ച വഴി തങ്ങളുടെ എഥനോൾ കയറ്റുമതി കൂട്ടാമെന്നും
അതുവഴി മിഡിൽ ഈസ്റ്റിലെ എണ്ണ രാജ്യങ്ങൾക്ക് മേലുള്ള സ്വാധീനം നിലനിർത്താമെന്നൊക്കെയുള്ളതാണ് അമേരിക്കയുടെ കണക്കൂട്ടൽ. അമേരിക്കയെ ലോകശക്തിയായിട്ട് നിലനിർത്തുന്നത് എനർജിയുടെ മേലുള്ള ആധിപത്യമാണ്. നമ്മൾ ഇത് മനസ്സിലാക്കിയേ പറ്റൂ. ഏതൊരു രാജ്യമാണോ ലോകത്ത് ശക്തമായിട്ട് നിൽക്കുന്നത്, ആ രാജ്യത്തിന് അവരുടെ നേതൃപദവി നിലനിർത്തണം എന്നുണ്ടെങ്കിൽ, അഥവാ ആ ഒരു സോ കോൾഡ് സൂപ്പർ പവർ സ്റ്റാറ്റസ് നിലനിർത്തണം എന്നുണ്ടെങ്കിൽ, ആ രാജ്യം സ്വാഭാവികമായിട്ട് എനർജിയുടെ മേൽ ആധിപത്യം നിലനിർത്തേണ്ടതുണ്ട്. അപ്പൊ എല്ലാ എനർജി മേഖലയിലും അമേരിക്കയുടെ ആധിപത്യം നിലനിർത്താൻ വേണ്ടിയാണ് അമേരിക്ക എല്ലാ കളികളും കളിക്കുന്നത്. ഇനിയിപ്പോ നാളെ ഈ പറയുന്ന പെട്രോൾ വാഹനങ്ങൾക്ക് പകരം എഥനോൾ വാഹനങ്ങൾ വന്നാൽ അമേരിക്കയുടെ താല്പര്യം എന്താണ്? എഥനോൾ വിപണിയെ മുഴുവൻ കൺട്രോൾ ചെയ്യണം എന്നുള്ളതാണ്. എഥനോൾ സപ്ലൈ ചെയ്യുന്ന മേഖല കൺട്രോൾ ചെയ്യണം എന്നാണ്. അപ്പോൾ പല രാജ്യങ്ങൾക്കും സ്വയം പര്യാപ്തത കൈവരുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ അമേരിക്കയുടെ തിട്ടൂരങ്ങൾക്ക് വഴങ്ങാതെ ഒരു രാജ്യത്തിന് സ്വയം സർവൈവ് ചെയ്യാൻ പറ്റും എന്ന ഒരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ അമേരിക്ക സ്വാഭാവികമായി ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും? ആ രാജ്യത്തിനെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുക എന്നതായിരിക്കും. ഇപ്പോൾ അമേരിക്ക ഇന്ത്യയിൽ അങ്ങനെ ചെയ്യുന്നു എന്നല്ല, അതാണ് അവരുടെ ഒരു ശൈലി എന്ന് പറയുന്നത് പൊതുവെ. ഇനി ഇന്ത്യയിൽ എന്ത് നല്ല കാര്യം നടന്നാലും അതിനെ എതിർക്കാൻ കുറെ ആളുകളുണ്ട്. ഇനി എണ്ണ കച്ചവടം നടത്തി മാത്രം ജീവിക്കുന്ന കുറച്ച് രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പെട്രോൾ ഇറക്കുമതി ഇന്ത്യ പോലത്തെ ഒരു രാജ്യം കുറയ്ക്കുകയാണ്. പകരം ഇന്ത്യ എഥനോൾ കലർന്ന പെട്രോൾ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങുന്നതോടെ ഇന്ത്യയിലേക്കുള്ള അവരുടെ കച്ചവടം കുറയും. എഥനോൾ കലർത്തുന്ന പെട്രോൾ ഇന്ത്യയിൽ സക്സസ് ആയി എന്ന് കരുതുക. ഇന്ത്യയിൽ അത് സക്സസ് ആയി കഴിഞ്ഞാൽ മറ്റു വികസ്വര രാജ്യങ്ങളെയും ഈ മാതൃക സ്വാധീനിക്കും. ഇപ്പൊ തന്നെ ഇന്ത്യ ഒരു മാതൃകയായിട്ട് പല രാജ്യങ്ങളും കാണുന്നുണ്ട്. അപ്പൊ ഇന്ത്യയിൽ ഇത് വിജയിച്ചു കഴിഞ്ഞാൽ കൂടുതൽ രാജ്യങ്ങൾ ഇന്ത്യയുടെ പാത പിന്തുടരും. അങ്ങനെ വരുമ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്ത് ലാഭമുണ്ടാക്കുന്ന രാജ്യങ്ങളും പെട്രോളിനെ കൺട്രോൾ ചെയ്ത് ഡോളറിന്റെ ശക്തി നിലനിർത്തുന്ന രാജ്യവുമൊക്കെ പെട്ടുപോകും. ഒന്ന് ഇമാജിൻ ചെയ്യൂ, ഇന്ത്യയും ബ്രസീലും അടക്കമുള്ള ലോകത്തെ ഒട്ടുമിക്ക വികസ്വര രാജ്യങ്ങളും തീരുമാനിക്കുകയാണ് എഥനോൾ കലർന്ന പെട്രോൾ കൂടുതലായിട്ട് ഉപയോഗിക്കാം. E20 E25 E30 40 50 അങ്ങനെ ഇത് മുന്നോട്ട് പോകുന്നു എന്ന് കരുതുക. സ്വാഭാവികമായിട്ട് പെട്രോൾ ഇറക്കുമതി കുറയും. പെട്രോൾ ഇറക്കുമതി കുറയുമ്പോൾ പെട്രോൾ കയറ്റുമതി ചെയ്ത് ലാഭം ഉണ്ടാക്കുന്ന രാജ്യങ്ങളെ സാമ്പത്തികമായി ബാധിക്കും. രണ്ട്, പെട്രോളിന്റെ പേരിൽ ഡോളറിന്റെ മൂല്യത്തെ നിലനിർത്തിയിരിക്കുന്ന അമേരിക്കയും ബാധിക്കും. അപ്പൊ ഈ പെട്രോൾ പുറത്തിറങ്ങരുത്, E20 E25 E30 ഒന്നും ഉണ്ടാകരുത് എന്ന് ആരായിരിക്കും ആഗ്രഹിക്കുക? മറ്റൊരു കാര്യം കൂടിയുണ്ട്, അതാണ് ഫ്ലെക്സ് ഫ്യൂവൽ എഞ്ചിനുകൾ. സാധാരണ എഞ്ചിനുകളിൽ E30 മുകളിൽ എഥനോൾ കലർന്ന ഈ പെട്രോൾ ഉപയോഗിക്കാൻ കഴിയില്ല. എന്നാൽ E85 E100 ഓടിക്കാനായിട്ട് പ്രത്യേകമായി നിർമ്മിച്ച ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങൾ, ഉദാഹരണത്തിന് ടൊയോട്ട, മാരുതി സുസുക്കി, ബജാജ്, ഹീറോ എന്നിവരുടെ FF മോഡലുകൾ വിപണിയിൽ ഇറക്കാനായിട്ട് കമ്പനികൾക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. സോ ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ, ഇങ്ങനത്തെ വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ E85 E100 വരെയുള്ള ഇന്ധനങ്ങൾ ഉപയോഗിക്കാം. ആ വാഹനങ്ങൾ അതിനു വേണ്ടി ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പെട്രോളിന്റെ ഉപയോഗം വീണ്ടും കുറയും, വളരെയധികം കുറയും. ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങൾക്കായിട്ട് രാജ്യത്തെ ആദ്യത്തെ E85 ഇന്ധന പമ്പ് 2026 ജൂണിൽ ദില്ലിയിൽ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. 2026 അവസാനത്തോടെ 500 പമ്പുകളായിട്ടും 2027ഓടെ പ്രമുഖ നഗരങ്ങളിലായിട്ട് 5000 പമ്പുകളായിട്ടും E85 E100 വിതരണം വ്യാപിപ്പിക്കാൻ പെട്രോളിയം മന്ത്രാലയം ലക്ഷ്യമിടുകയാണ്. ചുരുക്കത്തിൽ മോദി സർക്കാർ നൈസായിട്ട് ചെയ്തത് ഇത്രയേ ഉള്ളൂ. ക്രൂഡ് ഓയിൽ ഉപയോഗം, വിശേഷിച്ച് പെട്രോളിന്റെ ഉപയോഗം കുറയ്ക്കുക അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുക എന്നതിന് ഒരു ഗംഭീര പദ്ധതി ആസൂത്രണം ചെയ്തു. അത് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണോ ഇന്ത്യയിൽ ഡിജിറ്റൽ വിപ്ലവം കൊണ്ടുവന്നത്, അതേ മാതൃകയിൽ ഇപ്പോൾ ഈ E85 E100 വാഹനങ്ങൾ പുറത്തിറക്കിക്കൊണ്ട് അത്തരം ഇന്ധനം ഉപയോഗിക്കുന്ന രൂപത്തിലേക്ക് വിജയകരമായ ഒരു ഫോർമുല ഉണ്ടാക്കിയിരിക്കുകയാണ്. ആർക്കായിരിക്കും ഇത് നെഞ്ചില് ഭാരം ഉണ്ടാക്കാൻ പോകുന്നത്? ആരെയായിരിക്കും ഇത് ഏറ്റവും അധികം അസ്വസ്ഥപ്പെടുത്തുന്നത്? എണ്ണ ഉൽപാദക രാജ്യങ്ങളെയും എണ്ണ കച്ചവടത്തിന്റെ ബലത്തിൽ ഡോളറിനെ ആഗോള കറൻസിയാക്കി വെച്ചിട്ടുള്ള അമേരിക്കയുമാണ് ഇത് ബാധിക്കുന്നത്. അപ്പോൾ ഇന്ത്യക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പല സ്ഥലങ്ങളിൽ നിന്നും കളികൾ ഉണ്ടാവും. അത് മാത്രം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. പക്ഷെ ഇതുകൊണ്ടൊന്നും ഗവൺമെന്റ് പിന്നോട്ട് പോവില്ല. E20 മുകളിലേക്ക് ഇനിയിപ്പോൾ പോയാലും ഇല്ലെങ്കിലും, E25 കൊണ്ടുവന്നാലും ഇല്ലെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് E85 E100 പ്രാവർത്തികമാവുക തന്നെ ചെയ്യും. കാരണം അതിനനുയോജ്യമായ വാഹനങ്ങളും എഞ്ചിനുകളും പുറത്തിറക്കാനുള്ള നിർദ്ദേശം ഗവൺമെന്റ് ഇതിനോടകം കൊടുത്തു കഴിഞ്ഞു. അപ്പൊ ഇത് ഒരു വെപ്രാളമാണ്. ഇന്ത്യ ഇത് സക്സസ് ആയിട്ട് ഇത് പൂർത്തിയാക്കുകയാണെങ്കിൽ തങ്ങളുടെ കച്ചവടം ഇതോടെ പൂട്ടും എന്നുള്ള ഭയമാണ്. ഡോളറിന്റെ തകർച്ച ഓർത്തുള്ള അമേരിക്കയുടെ ഭയം, അതുപോലെ എനർജിയുടെ മേഖലയിൽ എല്ലാ കാലവും ആധിപത്യം നിലനിർത്താമെന്നുള്ള അമേരിക്കയുടെ വ്യാമോഹത്തിനേറ്റ ഭയം, അതോടൊപ്പം തന്നെ
ഈ ഒരു എണ്ണ കച്ചവടം നടത്തി സമ്പന്നമായ രാജ്യങ്ങളുടെയും ആശങ്ക നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ നടക്കുന്ന കളികളുടെ പുറകിൽ അവരുടെ താല്പര്യങ്ങളും വളരെയധികം വ്യക്തമാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.